ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ ഒരിടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. 2021 നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഹബ്ബാക്കി മാറ്റണമെന്ന തീരുമാനത്തോടെ ഇടപെടൽ തുടങ്ങി. മാറ്റം വന്നില്ലേ? ഞാൻ ഓർക്കുകയാണ്, 2016 സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് അന്ന് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ 100-ൽ നമ്മുടെ എത്ര സ്ഥാപനങ്ങളുണ്ട്? കേരളത്തിലെ മറുപടി ഉണ്ടായിരുന്നില്ല. അതവരെ കുറ്റമല്ല, അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് ഈ നിലക്ക് മാറ്റം വരുത്താനാവണം. ഫലപ്രദമായ ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായി. യൂണിവേഴ്സിറ്റികൾ നല്ല ശ്രമം നടത്തി. 2021 സർക്കാർ ഇത്തരമൊരു ലക്ഷ്യത്തോടെ നീങ്ങിയപ്പോൾ അതിനാവശ്യമായ ഫണ്ടുകൾ വലിയ തോതിൽ നൽകാൻ തുടങ്ങി. മാറ്റം വന്നില്ലേ? ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റികൾ നമ്മുടേത് A++ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 3 നമ്മുടേതാണ്, കേരളത്തിലേതാണ്. 9, 10, 11 കേരളയും കൊച്ചിയും ഗാന്ധിയും. ഇനി 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ഒന്നും കൂടി വരും. 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് ഉണ്ട്. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ മാറ്റമല്ലേ? കാലം ആവശ്യപ്പെടും രീതിയിലുള്ള മാറ്റം ഓരോ രംഗത്തും വരണമല്ലോ. ആ മാറ്റം ഉണ്ടാക്കുന്നതിനാണല്ലോ ഇതുവഴി സാധിച്ചത്. അതിൽ പ്രധാന പങ്ക് കിഫ്ബിക്ക് വഹിക്കാൻ കഴിഞ്ഞല്ലോ. നമ്മുടെ സർക്കാരിൻ്റെ പങ്ക് അതിനോടൊപ്പം ഉണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പങ്ക് മാത്രമായിരുന്നുവെങ്കിൽ കാലം കുറേ പിടിക്കും. ഇതുകൂടി ചേർത്തപ്പോൾ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയല്ലേ ഓരോ രംഗവും. ഇപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ, നമ്മുടെ ഭൗതിക മണ്ഡലം ആവശ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ അത്. നല്ല രീതിയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയല്ലേ, വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയല്ലേ, രാജ്യം ശ്രദ്ധിക്കുകയല്ലേ ഇതൊക്കെ. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, നാം ആരംഭിക്കാൻ പോകുന്ന 3 സയൻസ് പാർക്കുകൾ, ഇവിടെ നേരത്തെ പ്രസ്താവിച്ച IT പാർക്കുകൾ, ഇതിലെല്ലാം പലതിലും കിഫ്ബിയുടെ പണമുണ്ടല്ലോ. വലിയ തോതിലല്ലേ അതിനുള്ള സഹായങ്ങൾ നൽകുന്നത്. നമ്മൾ അടുത്ത കാലത്ത് 2 പദ്ധതികൾ, ഒന്ന് നമ്മുടെ കുട്ടനാടിലെ വെള്ളപ്പൊക്കം വരുമ്പോൾ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുള്ള ആ റോഡിൻ്റെ, ആലപ്പുഴയിൽ നിന്നുള്ള റോഡിൻ്റെ അവസ്ഥ, അത് നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയൊരു ഇടപെടൽ അന്ന് നടത്തുകയുണ്ടായി. ഇപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് തുരങ്കപാത, ആ തുരങ്കപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അതിനകത്തും കിഫ്ബിയുടെ പങ്കാളിത്തമുണ്ടല്ലോ. ജനങ്ങളാകെ വലിയ ആവേശത്തിലാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗവും നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ, കാലം ആവശ്യപ്പെടുന്നുണ്ട് ചില മാറ്റങ്ങൾ. നമ്മൾ അതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമ്മളെ കാത്ത് കാലം നിൽക്കില്ല, നമ്മൾ പിറകിലായി പോകും. ഭാവി തലമുറ നമ്മളെ കുറ്റപ്പെടുത്തും. ആ ഭാവി തലമുറക്ക് നമ്മളെ കുറ്റപ്പെടുത്താനാകാത്ത രീതിയിലുള്ള വികസനമാണ് നമ്മളിപ്പോൾ ഇതിലൂടെ നടപ്പാക്കാനായിട്ടുള്ളത്. അതിൽ പ്രധാന പങ്ക് കിഫ്ബിയാണ് വഹിച്ചത്. നല്ല രീതിയിൽ ആ ചുമതല കിഫ്ബിക്ക് നിർവഹിക്കാനായിട്ടുണ്ട്. മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ നല്ലൊരവസരത്തിൽ ഞാൻ പോകുന്നില്ല. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞിരുന്നു. ആ വശങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതൊന്നും കേട്ട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം വരുത്തുക എന്ന സമീപനം സ്വീകരിക്കാനാവില്ല. എന്തിനാണ് ഗവൺമെൻറ്? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാണ്.
ആ വികസനം ഉറപ്പുവരുന്നതിൽ തടസ്സം നിൽക്കുന്നതിന് അതിൻ്റെ കൂടെ നിൽക്കാനല്ല ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. എപ്പോഴും വികസന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നാടിനെ മുന്നോട്ട് നയിക്കാനാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നവകേരളം എന്നത് നാം ഉദ്ദേശിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നതാണ്. അത് സ്വാഭാവികമായും കഴിയും. അതിലേക്ക് നമ്മൾ ഉയരുകയാണ്. അതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം? ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണം വലിയ തോതിൽ ദാരിദ്ര്യം ലഘൂകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വലിയ മോചനം ദാരിദ്ര്യത്തിന് ലഭിക്കുകയാണ്. ഇപ്പോൾ 2000 രൂപ ഒരു പ്രായമുള്ളയാളുടെ കയ്യിൽ കിട്ടിയാൽ ആ 2000 രൂപയിൽ കുറച്ച് പൈസ സാധാരണഗതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചിലവഴിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നിർവഹിക്കാൻ ചില്ലറ കാശ് കയ്യിൽ വെക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ഇത് ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണോ? അവരെല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിഞ്ഞവരല്ലേ. മക്കളെ ആയിരിക്കും, മക്കളെടുത്ത് കാശുണ്ടോ? ഒരിക്കലും ഗതിയില്ലല്ലോ. അങ്ങനൊരു അവസ്ഥയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോൾ വലിയ തോതിൽ ദാരിദ്ര്യം ലഘൂകരിക്കാൻ ഇതിടയാക്കുന്നു.